സോ ടോപ്പിക്കൽ ഏജൻസ് യൂഷ്വലി ഇൻഫ്ലമേറ്ററി സ്കിൻ ഡിസോർഡേഴ്സിലാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പ്രിപ്പറേഷൻസ് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. കമ്മിങ് ടു ദ അഡ്വേഴ്സ് ഇഫക്ട്സ്, മിനറാലോകോർട്ടിക്കോയിഡ്സിന് വളരെ കുറച്ച് അഡ്വേഴ്സ് ഇഫക്ട്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്തൊക്കെ ഉണ്ടാവുക? സോഡിയം ആൻഡ് വാട്ടർ റീടെൻഷൻ ഉണ്ടാവും. റീടെൻഷൻ ഉണ്ടായി കഴിയുമ്പോൾ എന്തുണ്ടാവും? ബ്ലഡ് വോളിയം കൂടും, അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, എഡിമ ഉണ്ടാവും. പിന്നെ ഈ ഡ്രഗ് പൊട്ടാഷ്യത്തിൻ്റെയും H+ അയണിൻ്റെയും എക്സ്ക്രീഷൻ കൂട്ടുമെന്ന് പറഞ്ഞല്ലേ. പൊട്ടാഷ്യം കണ്ട മാതിരി കൂടുമ്പോൾ എന്തുണ്ടാവും? ഹൈപ്പോകാലീമിയ ഉണ്ടാവും. H+ അയൺസ് കണ്ട മാതിരി പോകുമ്പോൾ എന്തുണ്ടാവും? ദർ ഇസ് ആൽക്കലോസിസ്. സോ ദീസ് ആർ ദ അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് മിനറാലോകോർട്ടിക്കോയിഡ്സ്. സോ ആക്ഷൻ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. Now coming to the adverse effects of glucocorticoids. So ആദ്യത്തെ ആക്ഷൻ അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് കുഷൻ സിൻഡ്രോം. കുഷൻ സിൻഡ്രോം നിങ്ങൾ എൻഡ്രോകൈനോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. എൻഡോയിൽ എന്താ ഈ കുഷൻ സിൻഡ്രോമിൻ്റെ മെയിൻ മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ളതെന്ന് ഓർത്ത് നോക്കിയേ. മൂൺ ഫേസ്, ബഫല്ലോ ഹം, നാരോ മൗത്ത്, ഇതൊക്കെയല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കുഷിൻസ് ട്രയാഡ് എന്നും പറഞ്ഞ്. സോ ആ കുഷൻ സിൻഡ്രോമിലെ മേജർ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഈ ഡ്രഗ് ഉണ്ടാക്കും അല്ലേ. സോ ഇറ്റ് കോസസ് കുഷൻ സിൻഡ്രോം and it is characterized by symptoms like moon face, buffalo hump, narrow mouth, truncal obesity, muscle wasting and thinning of limbs. ഇനി സ്കിന്നിൽ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് ഇതൊക്കെയാണ്. ഇറ്റ് കോസസ് ഫ്രജൈൽ സ്കിൻ അല്ലെങ്കിൽ ഈസി ബ്രൂയിസിങ് ഉണ്ടാക്കും. പേർപ്പിൾ സ്ട്രൈ ടിപ്പിക്കലി ഓൺ ദ തൈസ്. ഈ മരുന്ന് എടുക്കുന്ന ആൾക്കാർ ലോങ് ടേം തെറാപ്പിയിൽ എടുക്കുമ്പോൾ അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ തൈസ് നോക്കുകയാണെങ്കിൽ ദർ ക്യാൻ ബി പേർപ്പിൾ സ്ട്രൈ. അതുപോലെ തന്നെ അബ്ഡോമിനിലും ഈ പേർപ്പിൾ സ്ട്രൈ കാണാൻ പറ്റും. ദർ ക്യാൻ ബി ക്യൂട്ടേനിയസ് അട്രോഫി വിത്ത് ടോപ്പിക്കൽ യൂസ്. ലോങ് ടേം ആയിട്ട് ടോപ്പിക്കലി ഈ മരുന്ന് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ദർ ക്യാൻ ബി ക്യൂട്ടേനിയസ് അട്രോഫി. So these are the side effects on the skin. There can be fragile skin. Fragile skin കാരണം there can be easy bruising, purple striae on the thighs and abdomen, cutaneous atrophy with topical use. ഇനി അടുത്തതാണ് ഹൈപ്പർഗ്ലൈസീമിയ. ഇത് പറയേണ്ട കാര്യമില്ല അല്ലേ. ആക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലെ ബ്ലഡ് ഷുഗർ ലെവലിനെ എൻഹാൻസ് ചെയ്യുന്നു. ദർ ക്യാൻ ബി മസ്കുലർ വീക്ക്നെസ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മസിൽസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. ഇത് കുറയുകയാണെങ്കിൽ ദർ ക്യാൻ ബി മസിൽ വീക്ക്നെസ്. സോ മസിൽ വീക്ക്നെസ്സിൽ യൂഷ്വലി ദർ ഇസ് പ്രോക്സിമൽ മയോപ്പത്തി. അപ്പർ എക്സ്ട്രിമിറ്റീസിലെയാണ് കോമൺ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഇസ് ഇറ്റ് സപ്രസസ് ദ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ എന്തുണ്ടാവും? ദർ ക്യാൻ ബി റിസ്ക് ഫോർ ഇൻഫെക്ഷൻസ്. സോ ദർ ആർ increased susceptibility due to immune suppression and there can be exacerbation of TB. അപ്പോൾ പ്രോപ്പറായിട്ട് ട്രീറ്റഡ് ആയിട്ടുള്ള TB അല്ലെങ്കിൽ അതിനെ എക്സാസെർബറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ദർ വിൽ ബി ഡിലേഡ് വൂണ്ട് ഹീലിംഗ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ ഇത് സപ്രസ് ചെയ്യും. അത് കാരണം ദർ ഇസ് ഡിലേഡ് വൂണ്ട് ഹീലിംഗ്. ദർ വിൽ ബി പെപ്റ്റിക് അൾസർ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻക്രീസ് ചെയ്യും, പെപ്സിൻ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യും. സോ ദർ ഇസ് വേഴ്സണിങ് ഓഫ് പെപ്റ്റിക് അൾസർ. ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? കാൽഷ്യം അബ്സോർപ്ഷൻ കുറയ്ക്കും, കാൽഷ്യം എക്സ്ക്രീഷൻ കൂട്ടും, വൈറ്റമിൻ ഡിയുടെ എഫക്റ്റിനെ ഇത് ഒപ്പോസ് ചെയ്യും, ബോൺ റീസോപ്ഷൻ ഉണ്ടാവും. ഇത്രയും കാരണങ്ങൾ കാരണം ദർ വിൽ ബി ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവുന്നത് യൂഷ്വലി വേർട്ടിബ്രേ അതുപോലെ തന്നെ ഫ്ലാറ്റ് സ്പോഞ്ചി ബോൺസിലൊക്കെയാണ്. അപ്പോൾ ഇത് എൽഡർലി ആൾക്കാരിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഓസ്റ്റിയോപോറോസിസ് കാരണം ദർ ക്യാൻ ബി ഈസി ഫ്രാക്ചേഴ്സ്. ആൻഡ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കാൽഷ്യം വൈറ്റമിൻ ഡിയും സപ്ലിമെൻറ്റ് ചെയ്യണം അലോങ് വിത്ത് കോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പി. ദ നെക്സ്റ്റ് ഇസ് വാസ്കുലർ നെക്രോസിസ്. നമ്മളുടെ ലോങ് ബോൺസിൻ്റെ എൻഡിൽ ഗ്രോയിങ് പ്ലേറ്റ്സ് ഉണ്ട് അല്ലേ. ലോങ് ബോൺസ് നീളം വെക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത് അല്ലേ. അത് ആ ഒരു പ്ലേറ്റ്സിനെ ഇത് നശിപ്പിക്കും. അല്ലെങ്കിൽ ദർ വുഡ് ബി വാസ്കുലർ നെക്രോസിസ് എക്സ്പെഷ്യലി അറ്റ് ദ ഹെഡ് ഓഫ് ദ ഫിമർ, ഹ്യൂമറസ്, നീ ജോയിൻറ്റ് എക്സെട്ര. ആൻഡ് ഇത് സംഭവിക്കുന്ന കാരണം ദർ ഇസ് റെസ്ട്രിക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ ത്രൂ ദ കാപ്പിലറീസ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇത് വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
So there is a vascular necrosis resulting from decreased blood flow through the capillaries. It mainly affects the head of the femur, humerus, knee joint, etc. There is posterior subscapular cataract. So kannine idu badikkum. There are high chances of developing cataract as well as glaucoma. ഗ്ലോക്കോമയും കാറ്ററാക്റ്റും ഒക്കെ ഉണ്ടാവുന്നത് ലോങ് ടേം ഐ ഡ്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്. ദർ ഇസ് ഗ്രോത്ത് റിട്ടാർഡേഷൻ ഇഫ് ഇറ്റ് ഇസ് യൂസ് ഫോർ എ ലോങ് ടേം തെറാപ്പി. ഇത് ഓൾറെഡി പറഞ്ഞു, ഫെമറിൻ്റെയൊക്കെ ലോങ് എൻഡ്സിൽ വാസ്കുലർ നെക്രോസിസ് ഉണ്ടാവും. അത് കാരണമാണ് ഈ ഗ്രോത്ത് റിട്ടാർഡേഷനൊക്കെ ഉണ്ടാവുന്നത്. ദർ ക്യാൻ ബി ഫീറ്റൽ അബ്നോർമാലിറ്റീസ്. ഫീറ്റൽ അബ്നോർമാലിറ്റിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, അമ്മയുടെ വയറ്റിൽ വെച്ച് കുട്ടിയുടെ ആ ഒരു ഗ്രോത്തിനെ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യും, വിച്ച് ഇസ് നോൺ ആസ് IUGR ഓർ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ആൻഡ് ദർ ക്യാൻ ബി ന്യൂറോളജിക്കൽ ആസ് വെൽ ആസ് ബിഹേവിയറൽ പ്രോബ്ലംസ് ഇൻ ദ ന്യൂബോൺ. If it is given in pregnancy, there can be side effects like gestational diabetes, pregnancy-induced hypertension and pre-eclampsia. There can be psychiatric disturbances like nervousness, decreased sleep, restlessness, euphoria and mania. ഇത് ഓൾറെഡി CNSൽ നമ്മൾ പറഞ്ഞതാണ്. CNSൻ്റെ നോർമൽ ഫങ്ഷൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേണം. അത് അഡിക്വേറ്റ് ആയിട്ട് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അത് ഓവർഡോസ് ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ there can be nervousness, decreased sleep, restlessness, euphoria and mania. The next thing is there is suppression of hypothalamic pituitary axis. So corticosteroids എവിടുന്നാ സെക്രീറ്റ് ആവുക? പിറ്റ്യൂട്ടറി എന്നല്ലേ. അപ്പോൾ ആ പിറ്റ്യൂട്ടറി ആക്സിസിനെ നമ്മൾ വെളിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കോർട്ടിക്കോസ്റ്റീറോയിഡ് സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പിറ്റ്യൂട്ടറി ആക്സിസിനെ സപ്രസ് ചെയ്യും അല്ലേ. നമ്മൾക്ക് ബോഡിയിൽ നിന്ന് നോർമലായിട്ട് ജനറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ബോഡിക്ക് എസെൻഷ്യലായിട്ട് വെളിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. പെട്ടെന്ന് ഡ്രഗ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ പിറ്റ്യൂട്ടറി ആക്സിസും കുറഞ്ഞിരിക്കുകയാണ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൻ്റെ അളവും വെളിയിൽ നിന്ന് കുറഞ്ഞു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? ദർ ക്യാൻ ബി കോംപ്ലിക്കേഷൻസ് ആൻഡ് ദിസ് ഈസ് നോൺ ആസ് suppression of HPA axis or suppression of hypothalamic pituitary axis. This occurs on long-term therapy as the adrenal cortex atrophies and there is stoppage of steroid precipitate few withdrawal symptoms like fever, malaise, anorexia, nausea, postural hypertension, weakness, muscle and joint pain. Okay. സോ എന്താ ഉണ്ടാവുക? നമ്മൾ വെളിയിൽ നിന്ന് കോർട്ടിക്കോസ്റ്റീറോയിഡ് സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നോർമലായിട്ട് ബോഡിയിൽ ആ ഒരു സെക്രീറ്റ് ചെയ്യുന്ന HPA ആക്സിസ് സപ്രസ് ആവും, ആ ബോഡിയിൽ ജനറേഷൻ കുറയും. ആൻഡ് വെൻ ദ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഇസ് സ്റ്റോപ്ഡ് there is acute shortage of corticosteroids within the body which may result in withdrawal symptoms like fever, malaise, anorexia, nausea, postural hypertension, weakness, muscle and joint pain. This is known as suppression of HPA axis. ഇതിനെ മിനിമൈസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? മിനിമൽ ഡോസ് തുടങ്ങേണ്ട അത്രയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പീരിയഡിന് വേണം ഇത് തുടങ്ങാനായിട്ട്. സോ വി ഷുഡ് സ്റ്റാർട്ട് the lowest dose for the shortest period in order to prevent the HPA axis from occurring. The other side effects include raised intracranial pressure, convulsions, increased coagulability of blood and menstrual disorders. So that is all about the adverse effects of corticosteroids. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ചോദിക്കുമ്പോൾ ആദ്യമേ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്താണ്, ഏതൊക്കെ രീതിയിലാണ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് മേജർ ഏതാണ്, അതിൻ്റെ ആക്ഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്, അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ്, ഇത്രയും കാര്യങ്ങൾ എഴുതിയ ശേഷം യൂസസും കൂടെ എഴുതുമ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആവുന്നത്. നൗ ലെറ്റ്സ് സീ ദ യൂസസ്.